കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു തക്കാളി മോര് കറി തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി തേങ്ങയൊന്നും അരച്ച് സമയം കളയണ്ട, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതിനായി ഒരു ചട്ടിയാണ് അടുപ്പത്ത് വെക്കേണ്ടത്. ഞാനിവിടെ എളുപ്പത്തിനാണ് കേട്ടോ പാൻ എടുത്തേ. മോര് കറിയല്ലേ, അപ്പോൾ ചട്ടിയാണ് എല്ലാവരും എടുക്കേണ്ടത്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. മോര് കറിക്കൊക്കെ നമ്മൾ ഉലുവ പൊട്ടിക്കില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. ഉലുവ ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് വരില്ലേ, എല്ലാവർക്കും അറിയാലോ. അതേപോലെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ചതക്കിയൊന്നും വേണ്ട, നൈസായിട്ട് അരിഞ്ഞതാണ് ഞാനിത്. ഇനി ഇഞ്ചിയും വളരെ കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയുള്ളിയാണ് വേണ്ടത്. ചെറിയുള്ളിയും വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ കരിയൊന്നും വേണ്ട കേട്ടോ, അത്യാവശ്യം ഒന്ന് വഴന്നു വന്നാൽ മാത്രം മതി. വെളിച്ചെണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ പച്ചമുളക് നൈസായിട്ട് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അവരവരുടെ എരിവിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ഇനി അല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റണം. കരിയൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്കതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. കൂടുതൽ പഴുപ്പാവാത്ത തക്കാളിയാണ് കേട്ടോ. 2 ചെറിയ തക്കാളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വഴറ്റണം. ഇനി അതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇനി അല്പം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റണം. തക്കാളിയിലേക്ക് എരിവും ഉപ്പുമൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ കേട്ടോ. ഇനി നമുക്കതൊന്ന് അടച്ചു വെക്കണം. തക്കാളിയിൽ നിന്ന് വെള്ളം ഒന്ന് ഇറങ്ങി വന്ന് അതൊന്ന് കുക്കായി വരട്ടെ. ഈ സമയം നമുക്ക് ഒരു ബൗളിലേക്ക് തൈര് എടുക്കണം കേട്ടോ. തൈര് പുളിയുള്ളത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. എന്നിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോഴേക്കും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ സമയം സ്റ്റവ് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചട്ടിയാണ് വെക്കുന്നതെങ്കിൽ ഓഫ് ചെയ്യണം, ചട്ടിയിൽ നല്ല ചൂടുണ്ടാവും. ഞാനിതൊന്ന് സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. തൈരിട്ട് തിളയ്ക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഒന്ന് അത് ഇളക്കി യോജിപ്പിച്ച് അല്പം കറിവേപ്പിലയും കൂടി ചേർത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.